ഹലോ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഓർമ്മകൾക്ക് തുരുമ്പ് പിടിക്കാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഓർമ്മകളുണ്ട്. പക്ഷേ ഈ ഓർമ്മകൾക്കൊക്കെ കാലം ചെല്ലുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ദിവസം മുൻപോട്ട് വർഷങ്ങളൊക്കെ പോകുന്നതിനനുസരിച്ച് ഇതിനൊക്കെ തുരുമ്പ് പിടിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ നിത്യജീവിതത്തിലെ ഓർമ്മകൾക്ക് തുരുമ്പ് പിടിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കും. നമുക്കറിയാം ഓർമ്മക്കുറിവുകൾ പലരുടെയും ജീവിതത്തെ എങ്ങനെ ബാധിച്ചിട്ടുണ്ടെന്ന്. കാലം ചെല്ലുന്നതിനനുസരിച്ച് വർഷങ്ങൾ മുൻപോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ നിത്യജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ ചില സാഹചര്യങ്ങളിൽ നിന്ന് നന്നായിട്ട് ബുദ്ധിമുട്ടാറുണ്ട്. എൻ്റെ ജീവിതത്തിലൊക്കെ എങ്ങനെയാണ്, ചിലപ്പം ചില തീയതികൾ, ചില ദിവസങ്ങൾ, അല്ലെങ്കിൽ ചില ആൾക്കാരുടെ പേരുകൾ, ചില സ്ഥലങ്ങൾ ഒക്കെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ കാലം ചെല്ലുന്നതിനനുസരിച്ച് നമ്മുടെ തലച്ചോറ് ചുരുങ്ങുവാനിടയെത്തിരും. അതുപോലെ തന്നെ അതിലെ ന്യൂറോൺസിൻ്റെ കണക്ഷൻസൊക്കെ ഒരു ക്ഷീണം സംഭവിച്ച് വളരെ വീക്കായിട്ടാണ് ഇങ്ങനെയൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ തുരുമ്പിക്കുക എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു വസ്തു കാലപ്പഴക്കം കൊണ്ട് അത് പൊടിയും കാറ്റും മഞ്ഞും മഴയും ഒക്കെ ഏൽക്കുമ്പോഴാണ് ഇതിന് തുരുമ്പ് പിടിക്കുന്നത്. പക്ഷെ അതിന് ഉപയോഗം ഉണ്ടെന്ന് തോന്നിയാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ എടുത്തുകൊണ്ട് വന്ന് ആ തുരുമ്പൊക്കെ കളഞ്ഞിട്ട് പോളിഷ് ചെയ്ത് അല്ലെങ്കിൽ പെയിൻറ് ചെയ്തിട്ട് അതിനെ ഭംഗിയായിട്ട് ഉപയോഗിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിലും ബ്രെയിനിനെ റീപോളിഷ് ചെയ്ത് എൻഗേജ് ആക്കി ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലായോ? അപ്പം ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന്, നാം ബ്രെയിനിനെ എപ്പോഴും ആക്റ്റീവാക്കി വെക്കണം. അതിനു വേണ്ടിയിട്ട് നല്ല പുസ്തകങ്ങൾ വായിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, പസിൽസ്, ഇങ്ങനെയുള്ള ചില ബ്രെയിൻ ആക്ടിവിറ്റീസിനെ ഉത്തേജിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗെയിംസ് ഉണ്ട്. ഇതൊക്കെ കളിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ബ്രെയിനിന് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങളുണ്ട്. ഒമേഗ 3 അടങ്ങിയ ഫുഡുകളും ഇലക്കറികളും ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ ബ്രെയിനിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാനായിട്ട് നന്നായിട്ട് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു ഭാഗം ഒരു ചെറിയ എക്സസൈസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലി എൻഗേജ് ആയിട്ടിരിക്കുക. മറ്റുള്ളവരോട് സംഭാഷണം ചെയ്യുന്നതും സംവദിക്കുന്നതും ഒക്കെ ബ്രെയിനിനെ എൻഗേജ് ആക്കി വെക്കും, അതിനെ വളരെ ആക്റ്റീവാക്കും. ഇനി ലാസ്റ്റിലൊരു കാര്യം പറയാം, പക്ഷേ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്ട്രെസ്സ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയുക, നന്നായിട്ട് ഉറങ്ങുക. അപ്പം നമ്മുടെ ബ്രെയിനിനെ ആക്റ്റീവാക്കി വെച്ചാൽ മാത്രമേ നമ്മുടെ ഓർമ്മകൾക്ക് തുരുമ്പ് പിടിക്കാതിരിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഓർമ്മകൾക്ക് തുരുമ്പ് പിടിക്കാത്ത, നമ്മുടെ ബ്രെയിനിനെ എൻഗേജ് ആക്കി വെക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലിലേക്ക്, ഒരു ചേഞ്ചിലേക്ക്, ഒരു ചലഞ്ചിലേക്ക് നിങ്ങൾ തയ്യാറാവും. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്.